നിദ്ര, അതുപോലെ ഭക്ഷണം, മൈഥുനം, 3 കാര്യം. നിദ്ര, ഭക്ഷണം, മൈഥുനം. മൈഥുനം എന്ന് പറഞ്ഞാൽ വംശം നിലനിർത്താനുള്ളതായ ലൈംഗിക പ്രക്രിയ 1, 2 ഉറക്കം, 3 ഭക്ഷണം. ഈ 3 കാര്യത്തിന് വേണ്ടി സർവ്വ ജന്തുക്കൾ ജീവിക്കുന്നത്. പട്ടിയായാലും പൂച്ചയായാലും പശുവായാലും എന്താ. അപ്പോൾ ഇതാണോ മനുഷ്യജന്മത്തിൻ്റെയും കൂടി ഉദ്ദേശം? ഇത് മാത്രമാണോ? ക്ഷുതൃഷ്ണ ലോപമാത്രേ സതത കൃതധിയോ ജന്തവ സന്ധി അനന്ത. കുറേ ജന്തുക്കളുണ്ട്. തേഭ്യോ, ഈ ജന്തുക്കളിൽ വെച്ചിട്ട് വിശേഷ ബുദ്ധി കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ജന്മം മനുഷ്യജന്മമാണ്. പുരുഷ ഇവ വര തജ്ജന് ദുർലഭൈവ. മനുഷ്യജന്മം കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് 6-ാം അധ്യായത്തിൽ ഗീതയെ പറയുന്ന അതേ ശ്ലോകം തന്നെ ഇവിടെ പറഞ്ഞു. എന്താ അത്? ആത്മൈവഹി ആത്മനോ ബന്ധു ആത്മൈവരുവരാത്മന. അതാണ് തന്നെ ഉദ്ധരിക്കേണ്ടത് താൻ തന്നെയായിരിക്കണം. താൻ പാതി ദൈവം പാതി. ഇവിടെ അതാ പറയുന്നത്. തത്രാപി ആത്മാത്മനസ്യാൽ സുഹൃതവിചരിഭു യസ്ത്വയി ന്യസ്തചേത താവോ ചിത്തേരുവായം സ്മരതി സഹി സുഹൃ സ്വാത്മവൈരി തഥ അന്യ. തന്നെ നന്നാക്കണം, തനിക്ക് നന്നാവണം എന്ന് വിചാരിക്കുന്ന വ്യക്തി അവർ തനിക്ക് തന്നെ സുഹൃത്താണ്. നന്നാവണ്ടെന്ന് വിചാരിക്കുന്ന വ്യക്തി തനിക്ക് തന്നെ ശത്രുവാണ്. അപ്പം തന്നെ ഉദ്ധരിക്കേണ്ടതാരാ? ഇതാണ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ശത്രുസംഹാര പുഷ്പാഞ്ജലിക്ക് ആരെ പേരുന്ന ആളെ കൊടുക്കണേ ചോദിച്ചത്. ശത്രുസംഹാര പുഷ്പാഞ്ജലിക്ക് പേര് കൊടുക്കുന്നത് നമ്മുടെ പേരുന്ന ആളെ കൊടുക്കുന്നത്. അപ്പോൾ ആരെ ശത്രു ആലോചിച്ചു. അപ്പം അതുകൊണ്ട് പിന്നെ പറഞ്ഞു, ഈ കാണുന്ന ലോകത്തിലെ സർവത്തിലും ഗുരുഭാവമുണ്ട് അല്ലേ? ഇപ്പം നിങ്ങൾ കാക്കയെ നോക്കിക്കോളൂ. കാക്ക ഒന്ന് കൊത്തിയിട്ട് 4 ഭാഗത്ത് നോക്കും. എന്തൊരു ശ്രദ്ധ എന്നറിയോ? നിങ്ങളുടെ ആരും ഉപദ്രവിക്കും, അപ്പോൾ 2ാമത്തെ കൊത്തും. വളരെ അലർട്ടാ കാക്ക. അത്രയും ശ്രദ്ധിച്ചാൽ ചെയ്യണ കാര്യം. പൂച്ച എവിടെ നിന്ന് വീണാലും 4 കാലമേ വീഴുള്ളൂ. നമ്മളെങ്ങനെ വീണ് കഴിഞ്ഞാൽ 4 കാലമേ ആവും വീഴുക. പക്ഷെ പിന്നെ എഴുന്നേൽക്കുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. പൂച്ച അതുപോലെ ഓരോ പട്ടി. ഇത്രയും നന്ദിയുള്ള ജന്തു. ഇന്നിപ്പോൾ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വളർത്താൻ ഇഷ്ടം കുട്ടിയാണോ പട്ടിയാണോ? കുട്ടികളെ വിശ്വസിക്കാൻ വയ്യ, പട്ടിയെ വിശ്വസിക്കാം. പട്ടി ഒരിക്കലും നമ്മളെ പറ്റിക്കില്ല. നടക്കാൻ പോകുമ്പോൾ ആരെ കൊണ്ടുപോകാറ്? ഒരു സർവേക്കല്ലും കാണിച്ചു കൊടുത്താൽ മതി. ഒരു പ്രശ്നമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് പൊക്കും മൂത്രമൊഴിക്കും കൂടെ പോരും. ഒരക്ഷരം വേണ്ടില്ല. ഭാര്യ കൊണ്ട് അങ്ങനെ നടക്കാൻ പോയാൽ തിരിച്ചു വരുമ്പോൾ മൊഹർ വീർപ്പിച്ചിട്ടാണ് വരിക. ഈ വരദോഷമൊക്കെ പറഞ്ഞ് മോൻ പറഞ്ഞു കൊണ്ടുണ്ടോ അവൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് കുട്ടിയെ വളർന്നേക്കാൾ ആൾക്കാർക്ക് ഇഷ്ടം മടിയിൽ ഇരുത്തിയിരിക്കുക കുട്ടികളെ. ഇപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ബെഡ്റൂമിലൊക്കെ പട്ടികളാണ്. എന്നിട്ട് അവിടുത്തെ അമ്മ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നത് പട്ടിയാണ്. ഞാൻ എവിടെയെന്ന് പറയുന്നില്ല. അതും പല ടൈപ്പ് പട്ടികളാണ്. 10-16 ഉണ്ട്. 1-2 അപ്പം അതുകൊണ്ട് നന്ദിയുടെ കാര്യത്തിൽ നമ്പർ 1 പട്ടി തന്നെയാണിത്. ഓരോന്നും അതെ. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിലും ഉണ്ട് ഗുരുസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് എല്ലാ പക്ഷികൾക്കും അത് ദൈവമായ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ ജന്തുക്കൾക്കും സാമാന്യ ബുദ്ധിയുണ്ട്. പക്ഷികൾക്ക് എത്ര ഭംഗിയായിട്ടാണ് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത്. കൊത്തിക്കൊണ്ട് വായ കൊണ്ട് നടന്നല്ലോ. ഇത് രസമായിട്ടാണ്. പക്ഷെ ഒരു രസം എന്താ വെച്ചാൽ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ അത് കൊത്തി മാറ്റും. നീ എൻ്റെ കൂടെ നിൽക്കണ്ട, നീ എൻ്റെ വഴിക്ക് പോകാനാണ്. നമ്മളങ്ങനെയല്ല. എല്ലാത്തിനും കെട്ടിപ്പിടിച്ച് പോകണ്ട മോളെ പോകണ്ട എടുത്തു വരും. അപ്പം അതുകൊണ്ട് തൊക്കാരുണ്യ പ്രവൃത്തി ആദ്യം പറഞ്ഞത് സർവാക്രാന്താവി ഭൂമി നഹി ചരതിരത. നമ്മുടെ കാലത്ത് കഴിഞ്ഞിട്ട് ദേഷ്യം വരുമ്പോൾ ചവിട്ടുന്നത് ഭൂമിയാണ് അല്ലേ? ചവിട്ടി തെളിച്ച് പോകണ്ടല്ലോ ആൾക്കാർ പറയണത്. ഈ ഭൂമിയുടെ ക്ഷമ വേറാർക്കും. അതായത് നമ്മുടെ ക്ഷമ പഠിക്കാൻ തക്ഷമാം ശിക്ഷയേയും. ക്ഷമ പഠിക്കാൻ ഭൂമിയെ മാത്രം നോക്കിയാൽ മതി. കുഴിക്കണോ, കുന്നുണ്ടാക്കണോ, വഴി എന്തൊക്കെ കാണിക്കണേ ഭൂമിയിലല്ലേ? ഒന്നും പറയാറില്ല. നിങ്ങൾ കുഴിച്ചാൽ ആ കുഴി നിങ്ങൾ തന്നെ വീണു. അതാണ് ഭൂമി പറയുന്നത്. അപ്പം ക്ഷമ പഠിക്കുക. ക്ഷമ ഉണ്ടെങ്കിൽ ക്ഷേമ ഉണ്ടാവും, ക്ഷമയില്ലെങ്കിൽ ക്ഷമ ഉണ്ടാവില്ല. അപ്പം ക്ഷേമം വേണമെങ്കിൽ ക്ഷമ ശീലിക്കണം നമ്മൾ. പിന്നെ പറഞ്ഞതോ ഗൃഹിണിയാമീശ തത്തത് വിഷയപരിചയവി അപ്രസക്തിം സമീരാത്. കാറ്റിങ്ങനെ വീശുമ്പോൾ അത് സുഗന്ധം ഉണ്ടാവും, ദുർഗന്ധം ഉണ്ടാവും. അതങ്ങനെ വഹിച്ചു കൊണ്ടുപോകും. അത് കഴിഞ്ഞാൽ അത് പോവും. അത് ഒരിക്കലും സ്ഥിരമായിട്ട് കാറ്റ് സുഗന്ധവുമില്ല, ദുർഗന്ധവുമില്ല. അതാത് സമയത്ത് അത് ഒന്നിനോടുമില്ല. പോണ വഴിക്ക് കുറച്ച് നല്ല ഇതുപോലെ ആയിരിക്കണം. നമ്മളിപ്പോൾ ഗുരുവായൂർക്ക് പോകണു അല്ലെങ്കിൽ എവിടേക്ക് പോണ സമയത്ത് വഴിയിലെങ്ങാനും ഒരു ഉത്സവം കണ്ടു കഴിഞ്ഞാൽ അത് കാണാൻ ഇറങ്ങി കഴിഞ്ഞാൽ എന്താവും? അപ്പോൾ നമ്മൾ ഡൽഹിക്ക് ട്രെയിനിൽ പോവുകയാണ്.
ഇവിടെ സേലത്തോ അല്ലെങ്കിൽ ഈറോഡൊക്കെ ചെന്നപ്പോൾ അവിടെ ഒരു ഉത്സവം കണ്ടപ്പോൾ ട്രെയിൻ നിങ്ങൾ ഇറങ്ങി. അപ്പോൾ നമ്മൾ എവിടെ എത്തില്ല? ഡൽഹിയിലെത്തില്ല. പാർശ്വ ദൃശ്യങ്ങളൊക്കെ കണ്ടോളും. പക്ഷെ അതല്ല നമ്മുടെ ലക്ഷ്യം. ഈ പ്രപഞ്ചത്തിലെ എല്ലാം പാർശ്വ ദൃശ്യങ്ങളാണ്. അല്ലാതെ ശരിക്കുള്ള ദൃശ്യം മറ്റൊന്നാണ്. അതിലേക്ക് പോണ സമയത്ത് ഇതൊന്നും കാണണ്ടെന്ന് പറഞ്ഞിട്ടില്ല, കണ്ടോളൂ. പക്ഷെ ഇതൊന്നും നമുക്ക് ആസ്വദിക്കാൻ മാത്രമേ കൊള്ളോട് സ്വന്തമാക്കാൻ പറ്റില്ല. അതാണ് യാത്രയുടെ പ്രത്യേകത. ലക്ഷ്യത്തിലേക്ക് എത്താൻ പോണ സമയത്ത് എല്ലാം കാണാം, പക്ഷെ ലക്ഷ്യബോധം ഒരിക്കലും നമ്മുടെ മുന്നിൽ നിന്ന് പോകാൻ പാടില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ ആകാശം. അപ്പോൾ കാറ്റിൻ്റെ കാര്യം എങ്ങനെ? ആകാശം നോക്കിക്കോളൂ. എത്ര പൊക്കുണ്ട് ആകാശത്തിലേക്ക് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. വിസ്തീർണമായിട്ട് കിടക്കുക. ഇനി മേലേക്ക് പോകുന്തോറും ആകാശം മേലേക്ക് പോയിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഈശ്വരൻ്റെ സർവ്വവ്യാപകത്വം പഠിക്കാൻ മാത്രമല്ല. ഈ കാണുന്ന മേഘമാലകൾ ഇതൊന്നും ആകാശത്തിലില്ല. നിങ്ങൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ കാണാൻ പറ്റുമത്. ഫ്ലൈറ്റ് മേലേക്കൂടെ പോവും, മേഘമൊക്കെ എവിടെ ഉണ്ടാവും? താഴ്ത്തുണ്ടാവും. പഞ്ഞിക്കെട്ട് പോലെ കിടക്കുന്നുണ്ടാവും. നല്ല രസം കാണാനായിട്ട്. അതും അസ്തമന സമയത്ത് നോക്കുക വെച്ചാൽ ആ മേഘത്തിൻ്റെ ഉള്ളിൽ കൂടി സൂര്യൻ്റെ രശ്മി അടിക്കുമ്പോൾ ഞാൻ അതൊക്കെ നോക്കി കാണാറുണ്ട്. ചിലപ്പോൾ കണ്ടമാനം ഫ്ലൈറ്റിൽ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ കാണാറുണ്ട്, ആസ്വദിക്കാറുമുണ്ട്. അപ്പോൾ അതിൽ ആ അസ്തമയ സൂര്യൻ്റെ ഇതടിക്കുമ്പോൾ ശരിക്കും വലിയ അടുപ്പ് കത്തുന്ന പോലെ തോന്നും ഇതങ്ങോട്ട് കത്തുമ്പോൾ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ആകാശത്തിൽ ഇതൊന്നും ബന്ധമില്ല, അതങ്ങനെ നിൽക്കണു. അതിന് താഴ്ത്ത ഇതുപോലെ ഒന്നിനും ബന്ധമില്ലാത്ത ഈശ്വര ചൈതന്യത്തിൻ്റെ വ്യാപകത്വം പഠിക്കുക. അത്രയേ ഉള്ളൂ. അതാണ് ആകാശത്ത് പഠിക്കേണ്ടത്. പിന്നെ പറഞ്ഞത് വെള്ളം. വെള്ളത്തിന് സ്വതവേ തന്നെ നല്ല ദാഹം വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ളത് തിളച്ച വെള്ളമാണോ അതോ നല്ല കുളിർമയുള്ളതായ ശുദ്ധജലമാണോ? ആ ശുദ്ധജലത്തിന് മധുരമുണ്ട് കുറച്ച്. പക്ഷെ അതേസമയം തന്നെ ഈ ജലത്തിന് ഏറ്റവും വലിയ ഗുണം വൃത്തിയാക്കാൻ ഏറ്റവും നല്ലത് ഇതുകൊണ്ടാണ്. ക്ലീനിങ്ങിന് ഏറ്റവും നല്ലത് വെള്ളം തന്നെയാണ്. അതിന് ഗുണമില്ല, മണമില്ല, രൂപമില്ല. കുപ്പിയിലെടുത്താൽ കുപ്പിയുടെ ആകൃതി, ഗ്ലാസ്സിലെടുത്താൽ ഗ്ലാസിൻ്റെ ആകൃതി. പക്ഷെ അതേസമയം 4 ദശയുണ്ട് അതിന്. ദ്രവരൂപം, ആവിരൂപം, മേഘരൂപം, ഐസ് രൂപം. 4 എണ്ണുണ്ട്. ഈ 4ലും വെള്ളം നിൽക്കും. ദ്രവരൂപത്തിൽ നിൽക്കും, ആവിരൂപത്തിൽ നിൽക്കും, മേഘരൂപത്തിൽ നിൽക്കും, ഐസായിട്ട് നിൽക്കും. അപ്പോൾ ഈ വെള്ളത്തിന് അപ്പോൾ അവസ്ഥയ്ക്കനുസരിച്ച് വെള്ളം മാറുകയും ചെയ്യും. പക്ഷെ ബേസിക്കലി അതിന് ഗുണം മാറില്ല. അപ്പം നമ്മളായാലും അവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കുമ്പോഴും നമ്മുടെ സ്ഥായിയായ ഭാവം മാറാൻ പാടില്ല. ഏതാ സ്ഥായിയായ ഭാവം? ഈശ്വരാംശമാണ് എന്നുള്ള ഭാവം നമുക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. അത് വെള്ളത്തിൻ്റെ പറഞ്ഞു. സ്വച്ഛസ്യാം പാവനോഹം മധുര ഉദകവൻ. ആ മാധുര്യത്തിൻ്റെ അതിൻ്റെ സ്ഥായിയായ കുളിർമയുടെ സ്വഭാവം അതിനുണ്ട്. അതുപോലെ അഗ്നി. അഗ്നിയിലേക്ക് കച്ചറയിട്ടാലും നെയ്യൊഴിച്ചാലും എണ്ണ ഒഴിച്ചാലും എന്തിട്ടാലും എന്താ ഉണ്ടാവുക? കത്തും. അഗ്നി ഒരു സാധനം പോലും സ്വാദ് നോക്കി കഴിക്കാറില്ല. അത് കത്തിച്ചു കഴിഞ്ഞാൽ ആ കത്തിച്ച ഭസ്മം രണ്ടാമത് കത്തിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് അതിനെ വിഭൂതി എന്ന് പറയുന്നത്. ഭസ്മത്തിൻ്റെ വേറെ പേരാണ് വിഭൂതി. അതായത് ഏറ്റവും മാറ്റം ഒരിക്കലും കൊണ്ടുവരാൻ സാധിക്കാത്തൊരു വസ്തു ഈശ്വരൻ്റെ പോലെ തന്നെയാണ് ഭസ്മം. ഭസ്മത്തിൽ രണ്ടാമത് കത്തിക്കാനോ രണ്ടാമത് രൂപം മാറ്റാനോ നമുക്ക് പറ്റില്ല. അതാണ് അഗ്നിയിൽ നിന്നുണ്ടാവുന്ന അവസാനത്തെ പ്രൊഡക്റ്റ്. വെണ്ണ പോലെ അല്ലെങ്കിൽ നെയ്യ് പോലെ. അപ്പം അതുകൊണ്ട് ആ അഗ്നിയുടെ എല്ലാം സ്വീകരിക്കും, ഒന്നിനെയും അതിന് ഭാവവ്യത്യാസമില്ലാത്ത അവസ്ഥ. സർവാന്യീനോപി സർവ അന്യീനോപി ദോഷം പരുഷ ഇമവാം സർവഭൂതേഷു അവയാം. പിന്നെ നമുക്കറിയാം, നമുക്ക് പ്രായമാകുന്നത് നമ്മുടെ ശരീരത്തിനാണോ ചൈതന്യത്തിനാണോ? ശരീരത്തിന് മാത്രമേ ഉള്ളൂ പ്രായാവൂലേ, ചൈതന്യത്തിന് അല്ലേ? ഏതെങ്കിലും ആൾക്കാർ ഇലക്ട്രിസിറ്റി ഫ്യൂസായത് കേട്ടിട്ടുണ്ടോ? ബൾബ് ഫ്യൂസായത് കേട്ടിട്ടുണ്ട്, ഫാൻ നിന്നു കേട്ടിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ഫ്യൂസായി പോയി ആരും കേട്ടിട്ടില്ല. ചൈതന്യം ഒരിക്കലും ഫ്യൂസാവില്ല. പക്ഷേ ഈ വസ്തുക്കൾ ഫ്യൂസാവും. ബൾബ് ഫ്യൂസാവും, പക്ഷേ ഇലക്ട്രിസിറ്റി ഫ്യൂസാവാറില്ല. അതുപോലെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് ശരീരത്തിലാണ്, ചൈതന്യം. അതുകൊണ്ടാണ് എത്ര പ്രായമായാലും കുട്ടിക്കാലത്ത് ഓർമ്മയുണ്ടാവുകൾക്ക്. എത്ര പ്രായം ചെയ്യാം. ആ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോയതും ആ വാട്ടർ ട്രൗസറിട്ട് ഓടിയതും ആ ചോക്ലേറ്റ് കഴിച്ചതും ഒക്കെ. അതുകൊണ്ടാണ് മിക്കവാറും ഈ പ്രായ ആൾക്കാർക്കൊക്കെ ചോക്ലേറ്റും ബലൂണൊക്കെ ഇഷ്ടമായിപ്പോഴും. ഇപ്പോൾ ചോക്ലേറ്റ് കൊടുക്കാൻ പോയി ആദ്യം വന്ന് വാങ്ങാൻ പോണവരായിരിക്കും ഈ വയസ്സാൾക്കാരെ പഴയ ഓർമ്മയാണ്. അന്ന് പൂരപ്പുറമെ പോയിട്ട് കഴിച്ചതാണ്. അപ്പം അതുകൊണ്ട്
മാറ്റം സംഭവിക്കുന്നത് വയസ്സാവുന്നത് എന്താ കാരണം ചോദിച്ചാൽ ചന്ദ്രന് കൃഷ്ണപക്ഷമുണ്ട്, ശുക്ലപക്ഷമുണ്ട്. ചന്ദ്രന് വല്ല മാറ്റമുണ്ടെന്ന് ചോദിച്ചാൽ ഭൂമിയുടെ നേരിൽ വീഴുമ്പോഴാണ് ചന്ദ്രൻ വലുതാവണം ചെറുതാവണം. ചന്ദ്രന് മാറ്റമൊന്നുമില്ല, ഈ ഭൂമിയുടെ നേരിൽ വീഴുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇതുപോലെ ചൈതന്യത്തിന് മാറ്റില്ല, അതിൻ്റെ കൂട് മാത്രമേ മാറുന്നുള്ളൂ എന്ന് പുഷ്ടി നഷ്ടിക്കലാനാം ശശിനിവദനോ ന ആത്മനോ അസ്ഥി ഇരി വിദ്യ തോയാതി വ്യസ്തമാർത്താണ്ടവതവിജ. ഇപ്പോഴാണ് ചോദിക്കുക നമ്മൾ, ഒരച്ഛൻ്റെ അമ്മയുടെയും മക്കൾ ഒരേ സ്വഭാവക്കാരാണോ? അല്ല. ഒരു തെങ്ങുമുണ്ടാവുന്നതായ തേങ്ങയൊക്കെ ഒരേപോലത്തെ ആണോ? അല്ല. ഒരു പ്ലാവുമുണ്ടാവുന്ന ചക്കയൊക്കെ ഒരുപോലെയാണോ? അല്ല. ഒരേപോലെ വളർത്തതാണ്, ഒരേപോലെ വളർത്തിയതാണ്, പക്ഷേ മക്കളൊക്കെ വ്യത്യസ്ത സ്വഭാവക്കാരാവുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ആകാശ സൂര്യൻ കത്തുന്നുണ്ട്, നമ്മൾ പല പാത്രങ്ങളിലും നിറമുള്ളതായ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ആ നിറത്തിലേക്ക് സൂര്യൻ പ്രതിബിംബിക്കുമ്പോൾ ആ നിറത്തിൻ്റെ വെള്ളമായിരിക്കും സൂര്യൻ ഉണ്ടാവുക. പച്ച വെള്ളത്തിലേക്ക് വന്നാൽ സൂര്യൻ പച്ചയാവും, ചുവന്ന വെള്ളത്തിലേക്ക് വന്നാൽ ചുവപ്പ് തോന്നും, പക്ഷെ അവിടെ ഇരിക്കുന്ന ആൾക്കോ? അപ്പോൾ കർമ്മവാസനകൾ, ജന്മവാസനകൾ, അതുപോലെ കർമ്മഫലങ്ങൾ വ്യത്യസ്ത സ്വഭാവക്കാരെ സൃഷ്ടിക്കും. ചൈതന്യം ഒന്നാണെങ്കിലും കർമ്മവാസന, ജന്മവാസന, കർമ്മഫലങ്ങൾ ഇതാണ് വ്യത്യസ്ത സ്വഭാവം സൃഷ്ടിക്കാനുള്ള കാരണങ്ങൾ. അതുകൊണ്ടാണ് ഒരേ ചൈതന്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യർ വ്യത്യസ്ത സ്വഭാവം വരാൻ കാരണം ചോദിച്ചാൽ അത് ഇതാണ് കാരണം. അപ്പോൾ അതുകൊണ്ട് അതിന് മറുപടിയും പറഞ്ഞു അവിടെ. അതുപോലെ അധികം സ്നേഹം വന്നു. ഒരു പ്രാവുണ്ടായിരുന്നു, സ്നേഹാൽ വ്യാധാർത്ഥപുത്ര പ്രണയമിതകബോധായിതോ മാസ്മഭൂയം പോവാം. അതായത് ആൺപ്രാവും ഉണ്ടായിരുന്നു, പെൺപ്രാവും ഉണ്ടായിരുന്നു, അതിൻ്റെ കുട്ടികളുണ്ടായിരുന്നു. ആൺപ്രാവും പെൺപ്രാവും കൂടി തീറ്റയ്ക്ക് പോയ സമയത്ത് ഏതോ വേടം വന്ന് ആ പ്രാവിൻ്റെ കുട്ടികളെ ഇല്ലാതായി. തിരിച്ചു വന്നതായ അവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്തു. അപ്പോൾ പറയേണ്ടത് എന്താ വെച്ചാൽ, സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് ഇന്ന് കാണുന്ന പല ആ മമതാബന്ധത്തിൻ്റെ അല്ലേ, അതുകൊണ്ടല്ലേ അയാളെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല, പോയി തൂങ്ങിച്ചെത്തു, ഇവരെ അത് കിട്ടിയില്ല, തൂങ്ങിച്ചെത്തു. ആത്മഹത്യയുടെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്തോ ഒന്ന് അവർ വിചാരിച്ച പോലെ സിദ്ധിക്കാത്തതിന് കാരണമല്ലേ. അപ്പോൾ വിചാരിച്ചാൽ മതി. ഇപ്പം ഇന്നലെയും കൂടി രണ്ടുപേരെ ആത്മഹത്യ പേപ്പറിൽ വായിച്ചിരുന്നു. കടം വീട്ടാൻ പറ്റിയില്ല എന്ന സൊസൈറ്റിയുടെ മുമ്പിൽ തൂങ്ങിച്ചെത്തു ഒരാൾ വേറെ ആളാണ്. ഇപ്പോൾ ആത്മഹത്യ ഒരു സ്വഭാവമായിട്ട് മാറിയിരിക്കുക. നമ്മൾ പേപ്പർ വായിച്ചാൽ എത്രയോ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു മകൻ അമേരിക്കയ്ക്ക് പോവുകയാണ്, ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് യാത്ര ചോദിച്ചു, അച്ഛൻ ഞാൻ പോയിട്ട് വരട്ടെ, പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് മോതിരം കൊടുത്തു. നിനക്ക് എപ്പോഴെങ്കിലും നിരാശ വരുമോ, പരാജയബോധം വരുമോ, വന്ന് ഈ മോതിരം നോക്കിയാൽ മതി എന്നും പറഞ്ഞിട്ടു. ഈ ഇദ്ദേഹം അമേരിക്കയിൽ പോയി നല്ല ബിസിനസ്സൊക്കെ തുടങ്ങി, നല്ല ബിസിനസ്സൊക്കെ നന്നായി. പെട്ടെന്ന് ആ ബിസിനസ് കീഴ്പോട്ട് പോകാൻ തുടങ്ങി, കളായി, ജീവിക്കാൻ വയ്യാണ്ടായപ്പോൾ ഇയാൾ ആത്മഹത്യ ചെയ്യാൻ പുറപ്പെട്ട് വണ്ടി ബസ് കടലിൽ ചാടാൻ പോവുക. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞ കാര്യം ഓർമ്മ വന്നപ്പോൾ ഈ മോതിരം ഊരി അതിനുള്ള എന്താ എഴുതിയൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞാൽ അത് എഴുതിയിരിക്കുന്നത് ദിസ് വിൽ ആൾസോ പാസ് അവേ. ഇത് എഴുതിയിരിക്കുന്നത് ദിസ് വിൽ ആൾസോ പാസ് അവേ. ഇതും നീ കടന്നു പോകും. തിരിച്ചു പോയി ഇയാൾ. തിരിച്ചു പോയി പിന്നെ ബാങ്ക് അക്കൗണ്ട് എടുത്തു, വീണ്ടും ബിസിനസ് തുടങ്ങി, നന്നായി. ഒന്നും ഇവിടെ പെർമനൻ്റ് അല്ല, സുഖമില്ല, ദുഃഖം ഒന്നും പെർമനൻ്റ് അല്ല, അത് വന്നും പോണ കാര്യങ്ങളാണ്. അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജന്മം നശിക്കും. അതുകൊണ്ട് പാടില്ലാതൊക്കെയാണ്. അതുപോലെ പെരുമ്പാമ്പിൻ്റെ പോലെ, എന്താ പെരുമ്പാമ്പിൻ്റെ പോലെ കിട്ടിയത് കഴിക്കുക, അല്ലെങ്കിൽ പോയാലും നമുക്ക് വിചാരിച്ചത് കിട്ടിക്കോളണമെന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക, വിശപ്പ് മാറണ്ടേ? അപ്പം എന്താ കിട്ടിച്ചത് കഴിച്ചുകൂടെ, വേറെ വഴിയില്ല, അല്ലാതെ ഇവിടെ പോകേണ്ട കഴിഞ്ഞില്ല. അതാണ് പെരുമ്പാമ്പിൻ്റെ സ്വഭാവം. പിന്നെ ഏറ്റവും കൂടുതൽ ശാന്തസമുദ്രം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, അല്ലെ, പസഫിക് ഓഷ്യൻ. 7 കിലോമീറ്റർ ഡെപ്ത് ഉണ്ട് അവിടെ. എവിടെ? ജപ്പാൻ്റെ ഭാഗത്ത് ആ സമുദ്രത്തിന് 7 കിലോമീറ്റർ താഴ്ചയുണ്ട് അവിടെ. ആ താഴ്ചയുള്ളതുകൊണ്ടാണ് ശാന്തമായിട്ട് കിടക്കുന്നത്. കായലുകളുണ്ട് കേരളത്തിൽ, അല്ലേ? ആ കായലൊക്കെ വളരെ ശാന്തമാണ്, ഡെപ്ത് കൂടുതലാണ്. അപ്പം നമുക്ക് ശാന്തമാവണമെങ്കിൽ മനസ്സിന് അത്ര ഡെപ്ത് ഉണ്ടാവണം. ചെറിയ മനസ്സ് വെച്ച് ജീവിച്ചാൽ എന്താവും? പറ്റില്ല. അപ്പം ഡീപ്പ് തിങ്കിങ് ആവശ്യമാണ് പലപ്പോഴും. അതാണ് സമുദ്രം പോലെ താഴ്ന്ന അല്ലെങ്കിൽ അഗാധമായ ചിന്താപദ്ധതി നമുക്ക് ഉണ്ടാവണം. പിന്നെ ഈയാമ്പാറ്റ കണ്ടെന്നാവും നിങ്ങളല്ലേ? ഈയാമ്പാറ്റ ഈ കാണുമ്പോൾ എന്താ വിചാരിക്കുന്നത്? തിന്നാൻ പറ്റിയ വസ്തു എന്ന് പറഞ്ഞ് ചാടിയതാണ്. സാർ എന്തായി? ഇല്ലാണ്ടാവും. അപ്പോൾ കാണുന്ന വസ്തുക്കളിൽ
യോഷിതാദോ എന്നാണ് പറഞ്ഞത്. കാമിനി കാഞ്ചനങ്ങളുടെ പിന്നാലെ പോയിട്ട് നശിക്കുന്ന ആൾക്കാരെ സൂചിപ്പിക്കുകയാണ് ഇവിടെ. ശിഖിരി ശരഭവത് ഭൃംഗവസാരഭാഗി. ഞാൻ പറഞ്ഞു തേനീച്ച പൂവിലിരുന്ന് കഴിഞ്ഞാൽ പൂവൊന്നും കേടാക്കാതെ തന്നെ അതിൻ്റെ തേനെടുത്ത് പോകുന്ന പോലെ സപ്താഹം കഴിഞ്ഞ് പോകുമ്പോൾ ഒരൊറ്റ തത്വം പഠിച്ചാൽ മതി. ഏതാണ് ഞാൻ പറഞ്ഞത്? കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനവാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേരി സമർപ്പയാം. ഇതാണ് പഠിക്കാനുള്ളൂ. ഇത് പഠിക്കാൻ നമ്മൾ ഇത്ര ദിവസം ഓടിയിരിക്കുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വരേണ്ട ആവശ്യമില്ല. അത് പഠിക്കാത്തത്തോളം കാലം ഇത് പഠിച്ചിട്ട് ഇത് വായിച്ചിട്ട് കേട്ടിട്ടും കാര്യമില്ല. അതാണ് സാരഭാഗി. പക്ഷെ അതേസമയം തേനീച്ചയ്ക്ക് പ്രത്യേകതയുണ്ട്. അത് തേൻ തിന്നാൻ പറ്റില്ല. അതിന് അതൊക്കെ സംഭരിച്ച് വയ്ക്കും അവിടെ. വല്ലവരും വന്നിട്ട് അത് തീയിട്ട് കത്തിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ സമ്പാദിച്ച വസ്തു അനുഭവിക്കാനും സാധിക്കണം. ഞാൻ പലപ്പോഴും ഗൾഫുകാരെ കുറ്റം പറയാറുണ്ട്. ഗൾഫുകാരെന്താ ചെയ്യുക? അവിടെ ജീവിതം നല്ല കഷ്ടമാണ്. ഗൾഫിലൊക്കെ പോയ ആൾക്കൊക്കെ അറിയും. കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഒരുവിധം സെറ്റിലായിട്ടുള്ള ആൾക്കാർ. മറ്റതൊക്കെ ലേബർ ക്യാമ്പൊക്കെ ഞാൻ പോകാറുള്ളതാണ്. ലേബർ ക്യാമ്പിൽ പോയിട്ട് ഇതിനൊക്കെ പഠിക്കാറുണ്ട്. അവിടെ പോയിട്ട് ഒരു മുറിയിൽ 4-5 കട്ടിലാണ്. കുബൂസും അതിന് കുറച്ച് തൈരൊക്കെ കൂടി തിന്ന് കിടക്കുന്നുണ്ടാവും. ചൂട് എന്ന് പറഞ്ഞാൽ ആറ് ചൂടാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ അതിലും വലിയ തണുപ്പാണ്. കുടുംബം നോക്കാൻ വേണ്ടി പോണതാണ് അവർ അവിടേക്ക്. ചിലർക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് എഴുതും വായിക്കും അറിഞ്ഞുവിടാം. പാസ്പോർട്ട് പിടിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനും പള്ളിക്കാരെ നമ്മളോട് സഹകരിക്കാറുണ്ട്. ആ പള്ളിക്കാരായിട്ട് ചോദിച്ചിട്ട് ഞാൻ എംബസിയിൽ പോകും. എംബസിയിൽ ഞാൻ ഇങ്ങനെ ആൾക്കാരുണ്ട്, പാസ്പോർട്ട് റിലീസ് ചെയ്യിക്കും, ജയിലിൽ പോകും. അവർക്ക് വേണ്ടത് കൊടുത്ത് അവർ പ്രത്യേകം കൊണ്ടുവരും, കയറ്റി അയക്കുന്ന നാട്ടിലേക്ക്. 2-3 സാരിയും കുറച്ച് സോപ്പും പൗഡറൊക്കെ വാങ്ങിച്ച് വിട്ടേക്ക് പോകുന്നത് ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ. അപ്പോൾ ആ കഷ്ടപ്പാട് ആരറിയണില്ല? വീട്ടുകാർക്ക് എന്നും തിരുവോണം. അയാൾ അവിടെ കുബൂസും പച്ചവെള്ളം കുടിച്ചിരിക്കുകയാണ് അവിടെ. ഇവിടെ വരുമ്പോഴത്തേക്കും കിഡ്നിയും പോയിട്ടുണ്ടാവും, ചട്നിയും പോയിട്ടുണ്ടാവും, ഒക്കെ പോയിട്ടുണ്ടാവും. ഇതൊക്കെ ഞാൻ നേരിട്ട് ഞാൻ കണ്ട കാര്യങ്ങളാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ മാപത്വം യോഷിതാവും ഭൃംഗവസ്ഥ സമ്പാദിച്ചാൽ മാത്രം പോരാ, അനുഭവിക്കാനുള്ള യോഗം കൂടി വേണം നമുക്ക്. ഇന്നിപ്പോൾ എന്താ പ്രത്യേകം വെച്ചാൽ സമ്പാദിക്കുന്നവർക്ക് അനുഭവിക്കാനുള്ള യോഗമില്ല, അനുഭവിക്കുന്നവർ സമ്പാദിക്കുന്നില്ല. അപ്പം എന്തായി? അതിൻ്റെ പ്രശ്നം ഇഷ്ടം പോലെ ഉണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് ഞാൻ കുറേ കാലം ഉണ്ടായിരുന്നല്ലോ അവിടെ. അപ്പോൾ അവിടെ ഇരിക്കുന്ന കാലത്ത് ഞാൻ എല്ലാവർക്കും പറ്റുന്നത് ഞങ്ങളാണെങ്കിലും സഹകരിക്കാതെ എല്ലാത്തിനും സഹകരണം ഉണ്ട്. ഇവിടുന്ന് കൊടുക്കാനായിട്ട് ഒരു മടിയും പറയില്ല. കൊടുത്തോളാനേ പറയുള്ളൂ. ഇഷ്ടം പോലെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് ഞാൻ അവിടെ വെച്ചിട്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ട് പറ്റുന്നതൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് എടുത്തു വെച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇതൊന്നും കൊടുത്തുകൊണ്ടിരിക്കുക അത് നല്ലത്. അപ്പോൾ ഗൾഫിലൊക്കെ പോയ ആൾക്കാർക്ക് വിചാരിക്കുന്നുണ്ടാവും ഗൾഫുകാർക്ക് സുഖമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഒന്നുമല്ല. നമുക്ക് തോന്നും ഗൾഫുകാരെന്ന് പറയാറുണ്ട്. അവർ പറയുക ഗൾഫുകാരെന്ന് കേട്ട ആൾക്കാർക്ക് എന്ത് വില കൂട്ടാന്നാണ്. പാവങ്ങൾ കഷ്ടപ്പെടുന്ന കാര്യം കണ്ടവർ അറിയണം. അവരുടെ കഥ അവിടുത്തെ പോയാൽ അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും അവിടെ പോയാലത്തെ കഥ. അതായാലും പറയാണ്, ആ സമ്പാദിച്ചാൽ മാത്രം പോരാ, അനുഭവിക്കാനും വേണം. പിന്നെ ആനയെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ആനയെ പിടിക്കാൻ ഒരു കുഴി കുഴിക്കും, അപ്പുറത്ത് പെണ്ണാനെ കൊണ്ട് നിർത്തും. ആണാന വന്നിട്ട് പെണ്ണാനെ പിടിക്കാൻ ചാടിയതാണ്. എവിടേക്കാണ് പോയത്? അതുകൊണ്ട് മുമ്പിൽ കാണുന്ന ആകർഷക വസ്തുക്കളെ കണ്ടുകൊണ്ട് ചാടരുത്, പോയി കുഴി വീഴും. അത് വേണോ വേണ്ടയോ നിശ്ചയിക്കുക. അതുപോലെ മൃഗവൻ മാമുഖം ഗ്രാമ്യഗീത. ഈ എന്താ പറയുക, മാനുണ്ടല്ലോ, മാനിനെ പിടിക്കാൻ എന്താ വഴിച്ചാൽ ഈ വേട്ടാടുന്ന ആൾ അല്ലെങ്കിൽ ആ വേടൻ നല്ല സംഗീതം പ്രവർത്തിക്കും ഒരു പുഴയിൽ കൂടെ. ഈ സംഗീതം കേട്ട് അതിൽ ആകർഷപ്പെട്ടിട്ട് ആര് വരും? മാന് വലിയ ഇഷ്ടമാണ് സംഗീതം. വന്നു കഴിഞ്ഞാൽ അടുത്തതെന്തായി? അമ്പ് ചെയ്ത് തന്നെ കൊല്ലും. ഇന്ന് സമൂഹത്തിൽ എത്രയോ പെൺകുട്ടികൾ വഴിതെറ്റി പോണത് ഈ ഒരു വഴിക്കാണ്. പഞ്ചാരവാക്ക് പറഞ്ഞ് അവരെ മയക്കും. നീയെ കോഴപ്പാക്കത്ത് വന്നാൽ മതി, സിനിമയിൽ അഭിനയിപ്പിക്കാം, നിന്നെ കൊണ്ട് പാട്ട് പാടിക്കാം, നിന്നെ കൊണ്ട് മറ്റേ സിനിമയിൽ അഭിനയിപ്പിക്കാം, നിന്നെ കൊണ്ട് അത് ചെയ്യിക്കാം. ശരിക്കും പോയിട്ട് റെഡ് സൈഡിൽ പോയിട്ട് ലാൻഡ് ചെയ്യരുത്. എത്ര പെൺകുട്ടികളാണ്. അതുകൊണ്ടാണ് ഈ മധുരമുള്ള വാക്ക്, പഞ്ചാരവാക്ക് കേട്ട് മയങ്ങരുത്. നമ്മുടെ അടുത്ത് പഞ്ചാരവാക്ക് പോയാൽ ഇഷ്ടംപോലെ ആൾക്കാർ വരും. വല്ലാണ്ട് പഞ്ചാര ഉപയോഗിച്ചാൽ കൊള്ളാൻ പറയും. പഞ്ചാരക്കൂട്ടന്മാരായിരിക്കും അത് മിക്കവാറും. എത്രയോ ആൾക്കാരൊക്കെയാണ്. അതിനാണ് പുതിയ പേരിട്ട് ലവ് ജഹാ എന്നൊക്കെ പറഞ്ഞേക്കണ കാര്യം അത്ര തന്നെ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പെൺകുട്ടികളാണ്. അവർക്ക് മോഹങ്ങൾ കൂടുതലാണ്, ആവേശം കൂടുതലാണ്. എന്തെങ്കിലുമൊക്കെ ആവണമെന്നൊരു വിചാരമാകുമ്പോൾ ആരെങ്കിലും വിളിച്ചപ്പോൾ കൊണ്ടുപോകണം. എന്നിട്ട് ഫോൺ വരും, ഞാൻ ഇവിടെ പെട്ടുകൊണ്ടോ. ആർക്ക്? ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അത് തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ബാനിൻ്റെ പോലെയാവും അവസാനം പെടും നമ്മൾ. അതുകൊണ്ട് ഓരോരുത്തരും, അത് ഞാൻ പറയാറുണ്ട്, അതിസ്നേഹം കാണിക്കുക, അധികം മധുരമായിട്ട് സംസാരിക്കുക,
അധികം അടുപ്പം കാണിച്ചാൽ സൂക്ഷിച്ചോളൂ. അതിന് പിൻഭാഗത്ത് എന്തെങ്കിലും ദുരുദ്ദേശം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം ഇതാണ് ഇവിടെ ഭാഗവതം പഠിപ്പിക്കുന്ന കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്, വേറെ ആരും പഠിപ്പിക്കുന്നതല്ല ഇതിവിടെ. അതുകൊണ്ട് ഹസ്താൻ ഭഗവൻ മാമുഖം നാദ്യാസജ്ജയ ഭോജ്യേ ശശ ഇവ വെളിശേ പിങ്കള. അതായത് നാവ് ഭക്ഷണം കഴിക്കുന്നത് സ്വാദം നോക്കിയിട്ടാണോ പോഷണത്തിനാണോ? ഭക്ഷണം നമുക്ക് കഴിക്കുന്നത് ശരീരത്തിൻ്റെ പോഷണത്തിന് വേണ്ടിയിട്ടാണ്. നാവിൻ്റെ രുചി നോക്കി മാത്രം കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ജങ്ക് ഫുഡ് കഴിക്കുന്നത് കേട്ടതില്ലേ? ഞാൻ ഏറ്റവും ഉദാഹരണം പറയാറുണ്ട്. അകത്തു പോയാൽ ശബ്ദം ഉണ്ടാവുന്ന പേരാണ് പിസ്. അത് തരുന്ന സാധനത്തിൻ്റെ പേരാണ് പിസ്സ. എല്ലാവർക്കും പിസ്സേ വേണ്ടു. എന്നിട്ട് അകത്ത് ചെന്നാൽ ഉണ്ടാവുന്ന ശബ്ദം എന്താണെന്നറിയില്ല. ഒല്ലിന്ന് ശബ്ദം വരുന്നുണ്ട്. നിങ്ങൾ അപ്പുറത്തെ മാറി ഇരുന്നോളൂ കേട്ടോ. എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് അറിയില്ല അല്ലേ? ഇന്ന് കാണുന്ന ഓരോ സാധനങ്ങളും സാധു നോക്കി വായിച്ചിട്ട് ഇന്ന് മിക്ക ആൾക്കാർക്കും വയറ് ശരിയല്ല. മധ്യപ്രദേശം ഔട്ടാ. ഇടയ്ക്കിടയ്ക്ക് ആളെ കാണില്ല. ഇപ്പം വരാട്ടോ. ഒന്നിന് പോയതാ, പക്ഷെ എന്തായി? അതുകൊണ്ട് സ്വാദം നോക്കിയല്ല ഭക്ഷണം കഴിക്കുന്നത്, ശരീരത്തിൻ്റെ പോഷണത്തിന് ഉതകുന്നതായിരിക്കണം. ഇന്നത്തെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊന്നും പാല് വേണ്ട, വെണ്ണ വേണ്ട, നെയ്യ് വേണ്ട. ഈ വറുത്തതും പൊരിച്ചതും മാത്രമേ വേണ്ടൂ. എന്നിട്ട് ഈ പ്ലാസ്റ്റിക് പാക്കറ്റിൽ എല്ലായിടത്തും തൂക്കിയിട്ടുണ്ട്, എല്ലായിടത്തും ഇല്ലേ? എവിടെ നോക്കിയാലും പൊട്ടാറ്റോ ചിപ്സ്, മറ്റേ ചിപ്സ്, ഇതിൽ മുഴുവൻ വിഷമാണ്. എന്നിട്ട് എന്താ? ഒന്നിനുമില്ല ഒരു സുഖം. വേണ്ട നേരത്ത് ശരീരത്തിൽ വേണ്ട മാറ്റങ്ങളൊന്നും സംഭവിക്കണില്ല. ഒക്കെ ഡേറ്റ് തെറ്റിയിട്ടൊക്കെയാണ് വരുന്നത്. ഓരോ കാര്യങ്ങളും ഞാൻ പറയാം. പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും 7-8 വയസ്സാകുമ്പോഴത്തേക്ക് ഇപ്പോൾ പുറത്താവുകയാണ് പെൺകുട്ടികൾ. അത് നിങ്ങൾക്ക് പണ്ട് 13-14 വയസ്സാകുമ്പോഴത് ഇപ്പോൾ 8-9 വയസ്സാകുമ്പോഴത്തേക്ക് ആളായി കഴിഞ്ഞു. എന്താ കാരണം? ഈ ഭക്ഷണത്തിൻ്റെ കുഴപ്പമാണ്, ഇതിൻ്റെ വരുന്ന പ്രശ്നങ്ങളാണ്. ഇതൊന്നും ആരും ശ്രദ്ധിക്കണില്ല. അതുകൊണ്ട് പറഞ്ഞു, നാക്കിനെ മാത്രം നോക്കി നിങ്ങൾ ഭക്ഷണം നാത്യാസജ്ജേയ ഭോജ്യം. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഈ മത്സ്യം പിടിക്കാൻ വേണ്ടി ഇതിടുമല്ലോ, എന്താണ് ചൂണ്ടയിടുമ്പോൾ ആ ചൂണ്ടയിൽ പ്രാണി ഉണ്ടാവും. ഈ പ്രാണിയുടെ അടുത്ത് ഈ മത്സ്യം വരുമ്പോൾ ഈ പ്രാണി പറയുന്നത്, നീ എന്നെ തിന്നാൽ ഞാനും ചാവും, നീ ചാവും. അവസാനം അത് തിന്നെ ചാവും. അങ്ങനെ പിടിക്കും. എന്തായി? അതും ചത്തു, മത്സ്യം ചത്തു. അതാണ് നാത്യാസജ്ജേയ ഭോജ്യേ ശശ ഇവ വെളിശേ. വെളിച്ചെന്ന് പറഞ്ഞാൽ ചൂണ്ട. പിങ്കളാവൻ നിരാശസുപ്യാം. പിങ്കള എന്ന് പറയുന്നതായ ഒരു വേശ്യാസ്ത്രീ ഉണ്ടായിരുന്നു മിഥിലയിൽ. എന്നും പുരുഷന്മാരെ നോക്കിക്കൊണ്ട് നിൽക്കും അവിടെ. അങ്ങനെ ഇരിക്കുമ്പോൾ ദത്താത്രേയ മഹർഷി വഴിക്ക് വന്നപ്പോൾ ഈ മനുഷ്യയുടെ മനസ്സ് മാറിയിട്ട് പറയുകയാണ്, അകത്തിരിക്കുന്ന നാരായണനെ ഭജിക്കാണ്ട് പുറത്തുള്ള നരന്മാരുടെ പിന്നാലെ ഞാൻ പോയാൽ എൻ്റെ ജന്മം നശിക്കും. അകത്തിരിക്കുന്ന നാരായണനെ ഭജിക്കാണ്ട് പുറത്തുള്ള നരന്മാരുടെ പോവുകയാണ്. വേശ്യാസ്ത്രീയാണത്. പെട്ടെന്ന് മനസ്സ് മാറി ആ സ്ത്രീ യോഗിനിയായിട്ട് മാറുകയാണ് സത്സംഗം കൊണ്ട്. അതാണ് പറയുന്നത് പിങ്കളാവ് നിരാശസുപ്യ. പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങി, ഒരാളെയും വെയിറ്റ് ചെയ്തില്ല. അതുപോലെ കൊച്ചൊരു പക്ഷി ചെറിയൊരു മാംസകഷ്ണം വായിൽ വെച്ച് പറന്നപ്പോൾ എല്ലാ പക്ഷികളും അതിനെ ആക്രമിക്കാൻ വന്നു. ആ മാംസകഷ്ണം താഴത്തേക്ക് ഇട്ടപ്പോൾ ആരുമില്ലാണ്ടായി. നമ്മുടെ കയ്യിൽ മടിയിൽ വല്ലതും ഉണ്ടെങ്കിൽ പേടിക്കാമല്ലോ അല്ലേ? ശരിയല്ലേ? മടിയിൽ ഇപ്പോൾ എല്ലാ ആൾക്കാരും അലമാരുടെ താഴത്താണ് കിടന്നുറങ്ങുന്നത് വീട്ടിൽ. അതിലാണ് സ്വർണ്ണം ഇരിക്കുന്നത്, പൈസ ഇരിക്കുന്നത്. പുറക്കെവിടെയാണ്? എന്തെങ്കിലും ശബ്ദം കേട്ടോളണം, കള്ളം വരുന്ന തോന്നുന്നുണ്ട്, കള്ളം വരുന്നത്. ഇപ്പം എല്ലാവരും വീട്ടിലേക്ക് പ്രതീക്ഷിക്കുന്നത് കണ്ണനെയാണോ കള്ളനെയാണോ? കൂർക്കയുണ്ട്, ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്, പിന്നെ മറ്റാൾ വടിയും കൊണ്ട് പടാന്ന് പറഞ്ഞ് രാത്രി കിടന്ന് നടക്കുന്നുണ്ട് ഒരാൾ. എന്താ പ്രതീക്ഷ? വീട്ടിലേക്ക് ആര് വരുന്ന? ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ വീട്ടിലേക്ക് കള്ളം വരും. ആര് വരും? കണ്ണം വരില്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കണ്ണനെയല്ല. അതിനുള്ള എല്ലാ പ്രിപ്പറേഷനും ഉണ്ട് അവിടെ അല്ലേ? അതുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് പോകണം. അതുകൊണ്ട് പറയണത് ഭർത്തവ്യയോഗ, അത് താഴ്ത്തി കിട്ടൂ. നമ്മുടെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കാമല്ലോ. അപ്പോൾ ആ 2000 രൂപ 2000 നോട്ട് അന്ന് പോയില്ലേ? 2000 രൂപയുടെ നോട്ട് 5 തൊട്ട് പോയില്ലേ? അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, എനിക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാവുമല്ലേ? ഞാൻ പറഞ്ഞു, എനിക്കൊരു ബുദ്ധിമുട്ടില്ല, എൻ്റെ ഒന്നുമില്ല, പിന്നെ എന്ത് ബുദ്ധിമുട്ടാണ്? എന്തെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമുണ്ടോ? ഒന്നുമില്ല എൻ്റെ കയ്യിൽ. അതൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്കുണ്ടെങ്കിൽ കൊണ്ട് കൊടുത്തോളൂ. ഇത്തവണ ഗുരുവായൂർ പണ്ടായിരത്തിന് കുറേ 2000 നോട്ട് കിട്ടിയിട്ടുണ്ട്. 2000 പഴയ നോട്ട് വേറെ എവിടെയാണ്? പിന്നെ ഗുരുവായൂരത്തിൽ ഒന്നും പ്രശ്നമല്ല, പഴയതായാലും ഇവിടെ കൊണ്ടിട്ടോന്നാണ്. അപ്പം അതുകൊണ്ട് ഇണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ. നിരാശസുപ്യാം ഭക്തവിയോഗ. അത്
പിന്നീടത് വർത്തേയ വ്യക്തമാണ് സുഖമതി ശുവൻ. കുട്ടികളെ കണ്ട് പഠിക്കേണ്ടത് നിഷ്കളങ്കതയാണ്. അവർക്കൊന്നും അറിയണ്ട, ആരെ കണ്ടാലും അവർക്കൊരു വിരോധമില്ല. ആ കുട്ടികൾ നിഷ്കളങ്കത വളരെ പ്രധാനമാണ്. അതുപോലെ ഒരു പെൺകുട്ടിയെ പെണ്ണ് കാണാൻ വന്നതാണ്. പെണ്ണ് കാണാൻ വന്നപ്പോൾ അവിടെ വയ്ക്കാൻ അരിയില്ല. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, ഒരു ഉരലിൽ കുറച്ച് നെല്ലൊക്കെ ഇട്ട് കുത്താൻ പോയി. 2 കയ്യിലും വളയുണ്ട്. അപ്പോൾ കുത്തുമ്പോൾ വളയുടെ ശബ്ദം പുറത്ത് കേൾക്കും. അപ്പോൾ എന്ത് ചെയ്തു, ആ വളയെ കൂരി വെച്ച് ഓരോ വള കൈമിട്ട് ശബ്ദം ഉണ്ടാക്കി. എന്ന് വെച്ചാൽ ആത്മീയതയിലെ ഏറ്റവും പ്രധാനമാണ് ഈ മൗനം. സൈലൻസ് വളരെ പ്രധാനം. ഈ വായിട്ടടിച്ചിട്ട് അവർക്കും ക്ഷീണം, കേൾക്കുന്നവർക്കും ബുദ്ധിമുട്ട്, ആകെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആവുന്നത്ര വായിനെ ഒതുക്കുക. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മുഖത്ത് 2 കണ്ണുണ്ട്, 2 ചെവിയുണ്ട്, 2 മൂക്കിന് 2 ഓട്ടയുണ്ട്, 2 വായുണ്ടോ. എന്താ അതെ ആലോചിച്ച് നോക്കുക. 2 വായ തന്ന എന്താ ഉണ്ടാവുക എന്നുള്ളത്. ഒരു വായ വച്ചിട്ട് തന്നെ ഇഷ്ടപ്പെടുത്തിയില്ലാണ്ടിരിക്കുന്നത്. അവൻ എന്തുകൊണ്ട് 2 വായ തന്നില്ല? 2 മൂക്കുണ്ട്, മൂക്കിന് 2 തൊളയുണ്ട്, 2 കണ്ണുണ്ട്, 2 ചെവിയുണ്ട്, 2 കായലുണ്ട്, 2 കൈയുണ്ട്, 2 വായില്ല. എന്താ ഭഗവാൻ അറിയാം, 2 വായ കൊടുത്താൽ ഇവള് ഇതിനോ ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ട് ഇരിക്കും, മറ്റേ വായകൾ തിന്നുകൊണ്ടിരിക്കും ഇതിൽ കൂടെ. അപ്പം അതുകൊണ്ട് കരുതി കൂട്ടിയിട്ടാണ് ഒരു വായ, ഒരു നാക്ക്. ആ നാക്കിന് 32 ശത്രുക്കളെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നാക്കിനോട് പറഞ്ഞിട്ട് വേണ്ട പോലെ പെരുമാറിയിൽ കടി കിട്ടും. ആരുടെ നിന്ന്? 32 ശത്രുക്കളുണ്ട്, ഒരു നാവുമുണ്ട്. ഈ 32 ശത്രുക്കൾ ഇടയിൽ കിടക്കുന്ന നാവ് എടുത്ത് കളിക്കുന്നത്. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ നാവിന് നല്ല പേടിയുണ്ട്, എവിടെ കടി കിട്ടുമെന്ന് അറിയില്ല. 32 പേരെ നിൽക്കുന്ന 4 ഭാഗത്തേ. അപ്പം ഈ 32 പേരെ കടി കൊള്ളാതെ കൊണ്ട് അവരോട് ചെയ്യാത്ത കർമ്മങ്ങൾ ചെയ്യാം. അപ്പം ശത്രുക്കളൊക്കെ ഉണ്ടാവും. അപ്പം ഇതൊക്കെ നാക്കിന് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം എന്തുകൊണ്ട് അപ്പം ഒരു വായ തന്നതെന്ന് മനസ്സിലായില്ലേ? ഒന്നും സംസാരിക്കാണ്ടിരിക്കുക. അതാണ് ഇവിടെ പറഞ്ഞത്. അന്യായ ഏകശേഷി വലയോ വർജിതാനി അന്യോന്യഘോഷ. പിന്നെ പ്രവൃത്തിയിൽ ശ്രദ്ധ വളരെ പ്രധാനമായിട്ടുള്ളതാണ്. ത്വച്ചിത്തോ, അതായത് രാജാവ് അമ്പുണ്ടാക്കുന്ന ഒരാളോട് പറഞ്ഞു, അമ്പുണ്ടാക്കാൻ പറഞ്ഞു. അമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവിന് ഘോഷയാത്ര പോയി. ആ ഘോഷയാത്ര പോയപ്പോൾ ഇയാൾ പോയില്ല കാണാനായിട്ട്. അമ്പുണ്ടാക്കിക്കൊണ്ട് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ രാജാവ് ചോദിച്ചു, എൻ്റെ ഘോഷയാത്ര പോയപ്പോൾ നീ എന്താ വരാഞ്ഞത്? അപ്പോൾ പറഞ്ഞു, ഞാൻ അമ്പുണ്ടാക്കുന്നത് ശ്രദ്ധയായിരുന്നു, അറിഞ്ഞില്ലേ ഞാൻ പോയതെന്ന് അർത്ഥം അല്ലേ. നമുക്ക് ഒട്ടുമില്ലാത്ത സാധനമാണ് എന്ത്. ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ ദിവസത്തിൽ 4 മണിക്കൂർ എന്താ ചെയ്യുന്നത്? തപ്പുക. അപ്പോൾ ചിന്മയ സ്വാമികൾക്ക് പ്രത്യേകത എന്താ വെച്ചാൽ, ശ്രദ്ധയുടെ ആദ്യത്തെ പാഠം, നിങ്ങൾ കയറി വരുമ്പോൾ ചെരുപ്പ് ടേർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആൾക്കാർക്ക് അത് ശ്രദ്ധയില്ലെന്ന്. ചെരുപ്പ് കൂട്ടി വെച്ചിട്ടുള്ളത് ശ്രദ്ധയിലാകാൻ വെച്ചാൽ. മറ്റേതോ കാലുകൊണ്ടോട്ടെ അതവിടെ പോയി കിടക്കും, ഇതിവിടെ പോയി കിടക്കും. എന്നിട്ട് വൈകിട്ട് പോകുമ്പോൾ ഒറ്റക്കാലം ചൊണ്ടിക്കൊണ്ട് പോകുന്നുണ്ടാവും. അപ്പോൾ ഒരു ചെരുപ്പ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഈ വരുമ്പോൾ തന്നെ ചെരുപ്പ് കൂട്ടി വയ്ക്കുക, ഭംഗിയായിട്ട് നിരത്തി ഇങ്ങനെ വയ്ക്കുക. വീട്ടിലായാലും അതെ, എവിടെയായാലും അത് ശ്രദ്ധയുടെ കാര്യങ്ങളാണ്. കുളിച്ച് കഴിഞ്ഞാൽ സോപ്പ് തുടച്ച് വയ്ക്കുക, പല്ലിച്ച് കഴിഞ്ഞാൽ ബ്രഷ് തുടച്ച് വയ്ക്കുക. സോപ്പ് കൊണ്ട് വിരലിട്ട് കഴിഞ്ഞാൽ വിരലതിൻ്റെ ഉള്ളിലേക്ക് പോകും, തുടച്ചിട്ടുണ്ടാകും. എല്ലാം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കിടക്കയിൽ നിന്ന് വിരിച്ച് വയ്ക്കുക. പില്ലൊക്കെ അവിടെ ശരിയാക്കി വയ്ക്കുക. ചളക്കര എഴുന്നേറ്റ് പോയി പോണം കണ്ടു കഴിഞ്ഞാൽ യുദ്ധം കഴിഞ്ഞ പോലെ ഉണ്ടാവും. പാത്രങ്ങൾ എല്ലാതെ. ഞാൻ പറഞ്ഞത് വെറും ആത്മീയത എന്ന് പറയുന്നത് വെറും ഭാഗവതം പഠിക്കലല്ല, സ്വന്തം ജീവിതത്തിന് വേണ്ടവരെ ക്രമീകരിക്കലൂടെ ആവശ്യമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിനും ശ്രദ്ധ വേണം. ഇപ്പം പറയാ, ചിന്മയാഞ്ചി പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അമ്മ ഈ കവറിൽ ഒരു ലെറ്റർ എടുപ്പോൾ സൂക്ഷിക്കണം, അതല്ലെങ്കിൽ പശയുടെ ഉള്ളിൽ പെടുന്നത്. അമ്മ മകനെ ഇട്ട് എഴുതി, പ്രിയപ്പെട്ട മകനെ എന്ന് പറഞ്ഞ് എഴുതിയതാണ്. അത് കൊണ്ടുവന്ന് കവറിലിട്ട് പൊട്ടിച്ചപ്പോൾ അത് പശയപ്പെട്ടു പോയി. മകന് എഴുത്ത് കിട്ടിയപ്പോൾ പ്രിയ ഇല്ല അതിൽ. പിന്നെ എന്താണത്? പെട്ടുണ്ടായിരുന്നു മകന്, ശരിയാണ്, പെട്ട മകനെ എന്നായിരുന്നു. എന്താ വെച്ചാൽ ഓരോ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം, അല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറേ നേരം ഭാഗവതം വായിച്ചു വീട് നാനാവിധാക്കിയിട്ട് കിടക്കരുത്. എനിക്ക് വായിക്കാണ്ട്, സഹസ്രനാമം ചെല്ലാണ്ട്, ഭാഗവതം വായിക്കാണ്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ എന്നല്ല വിചാരിക്കേണ്ടത്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആ ചെയ്യുമ്പോൾ പകരം വിചാരിച്ചിട്ട് വേണം. അപ്പം ശ്രദ്ധയോടുകൂടി ജീവിക്കാനാണ് പറയണത്, വളരെ പ്രധാനമായിട്ടാണ്. പിന്നെ എന്താ ചോദിച്ചാൽ, നമുക്കൊന്നും വീടില്ല, നമ്മളൊക്കെ വാടകക്കാരാണ്. നമ്മൾ കുറച്ച് ദിവസം ആ വീട്ടിൽ താമസിക്കും, നമ്മളതിനെ പോകും. അപ്പോൾ ഇവിടെ ആരുമില്ല സ്വന്തം വീടുള്ളവർ. അനികേത എന്നൊക്കെ പറയും സാധാരണത്തിന്. ഏകേഷു. അപ്പം എങ്ങനെയാണ് ഈ പാമ്പുകൾ എല്ലാ മാളത്തിലും ചെന്ന് കയറും, ആ മാളത്തിലുള്ളതായ ഇലയെ തിന്നും, അതിന് പൊക്കോളും, അടുത്ത് പോയി കയറും.
അപ്പോൾ അതുകൊണ്ട് സ്വന്തം വീടെന്ന് പറയാൻ ഒന്നുമില്ല. ഇത് നമുക്ക് തൽക്കാലം താമസിക്കാൻ ഒരു സ്ഥലം, അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകണം, വേണ്ടേ? ഇങ്ങനെയുള്ളതായ ഒരു മനസ്ഥിതി ഉണ്ടാവുന്നതും നല്ലതാണ്. പിന്നെ പറഞ്ഞത് ഈ പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എട്ടുകാലി അല്ലെങ്കിൽ എട്ടുകാലി തന്നെ ആലോചിച്ചോളൂ. അത് എവിടുന്ന കൂടുതൽ ഉണ്ടാക്കുന്നത്, വലയുണ്ടാക്കുന്നത് വായിൽ നിന്ന് അല്ലേ? വലയുടെ ആവശ്യം കഴിഞ്ഞാൽ ആ പശ അത് വായിലേക്ക് എടുക്കും. ചലന്തിയത് എട്ടുകാലിയത്. ഇതുപോലെ പ്രപഞ്ചം ഭഗവാനിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യണം പുറത്തേക്ക്. അതാണ് ദർ ഇസ് നോ ക്രിയേഷൻ, ഇറ്റ് ഈസ് കോൾഡ് എ പ്രൊജക്ഷൻ എന്നാ പറയുക ശരിക്കും. പാർട്ട് ഓഫ് ഭഗവാന്റെ ഭാഗം തന്നെയാണത്. അതുകൊണ്ട് അത് പുറത്തേക്ക് വരുന്നു, അത് അകത്തേക്ക് പോകണു. ഇതുപോലെയാണ്. ഇപ്പോൾ ഒരു എട്ടുകാലിയെ കണ്ടാൽ, ഒരു ശരന്തിയെ കണ്ടാൽ ഓർമ്മ വേണം, ഈ പ്രപഞ്ചം പുറത്തേക്ക് വരുന്നു, ആവശ്യം കഴിഞ്ഞാൽ അകത്തേക്ക് പോകണു എന്ന് ഓർമ്മ വയ്ക്കുക. അതുപോലെ വേട്ടാവളി എന്നൊരു പ്രാണിയുണ്ട്. ഈ വേട്ടാവളിന് മക്കളുണ്ടാവില്ല.